ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പറയുന്നത് പ്രിലിമിനറി എക്സാമിന് വേണ്ടുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള താലൂക്ക് കാസർഗോഡ്. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? കേരളത്തിൻ്റെ ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ഏതാണ്? ഉപ്പളക്കായലാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളായണി കായൽ. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകരയാണ്. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലമാണ് മഞ്ചേശ്വരം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള അസംബ്ലി മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് അറിയപ്പെടുന്നത് തൃശ്ശൂരാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണെന്ന് ചോദിച്ചാൽ പെരിയാറാണ്. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളത് പെരിയാറും ജലസേചന പദ്ധതികൾ കൂടുതലുള്ളത് ഭാരതപ്പുഴയിലുമാണ്. കേരളത്തിലെ പാർലമെൻറ്റ് മണ്ഡലങ്ങളിൽ ഏറ്റവും വടക്കേ അറ്റത്തുള്ളത് ഏതാണ്? കാസർഗോഡാണ്. കേരളത്തിലെ 13ാമത്തെ ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിലെ 13ാമത്തെ ജില്ല 1982 പത്തനംതിട്ട ജില്ല ഫോം ചെയ്യുന്നത്. കേരളത്തിലെ പ്രധാന നാണ്യവിളയാണ് റബ്ബർ. കേരളത്തിലെ പ്രധാന നാണ്യവിള ഏതാണ്? റബ്ബറാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ മാർട്ടിൻ ലൂതർ കിങ് എന്നറിയപ്പെടുന്നത് ആരാണ്? പാലക്കുന്നത്ത് എബ്രഹാം മാൽപ്പൻ. എബ്രഹാം മാൽപ്പനെയാണ് ക്രിസ്ത്യാനികളുടെ മാർട്ടിൻ ലൂതർ കിങ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ അക്ഷര നഗരം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? കോട്ടയത്തെയാണ് കേരളത്തിലെ അക്ഷര നഗരം എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ പുസ്തകമാണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ. അപ്പോൾ കേരളത്തിലെ മരുമക്കത്തായ സമ്പ്രദായത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ആദ്യ ബുക്കാണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ. ഇത് രചിച്ചത് ആരാണ്? ഫ്രയർ ജോർഡാനൂസ് ആണ്. ഫ്രയർ ജോർഡാനൂസ് ആണ് മിറാബിലിയ ഡിസ്ക്രിപ്ഷ്യ രചിച്ചത്. കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് ആരാണ്? ടി ചാക്കോ ആണ് കേരളത്തിലെ ആദ്യ പ്രതിപക്ഷ നേതാവ്. കേരളത്തിലെ ആദ്യകാല ഡിറ്റക്റ്റീവ് നോവലായ കാലൻ്റെ കൊലയാറ രചിച്ചത് ആരാണ്? കെ എം ചെറിയാനാണ്. അത് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല കേട്ടോ, അത് വേണമെന്നില്ല. കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത തീയതി ഓർത്തോണം, 2015 ജൂൺ 21. കേരളത്തിലെ ആദ്യത്തെ ഡെമു ട്രെയിൻ ഉദ്ഘാടനം ചെയ്ത തീയതി എന്നാണ്? 2015 ജൂൺ 21. കേരളത്തിൻ്റെ ഊട്ടി എന്ന് വിളിക്കുന്ന റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ്? മാടത്തുമലയാണ്. കേരളത്തിൻ്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് ഏതാണ്? റാണിപുരമാണ്. റാണിപുരത്തിൻ്റെ പഴയ പേര് എന്താണ്? മാടത്തുമല. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ഏതാണ്? ദീപികയാണ്. 1887 സ്ഥാപിതമായത്. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പത്രം ദീപിക. കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട് ഏതാണ്? മുല്ലപ്പെരിയാർ അണക്കെട്ടാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ട്. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ഏതാണ്? ലക്കിടിയാണ്. കേരളത്തിലെ ഡച്ച് ഗവർണറുടെ വേനൽക്കാല കൊട്ടാരം ഏതായിരുന്നു? കേരളത്തിലെ ഡച്ച് ഗവർണറുടെ വേനൽക്കാല കൊട്ടാരം ഏതായിരുന്നു? ബോൾഗട്ടി പാലസ് ആണ് കേരളത്തിലെ ഡച്ച് ഗവർണറുടെ വേനൽക്കാല കൊട്ടാരം. കേരളവർമ്മ പുലപ്പേടി എന്ന പ്രാചീന ആചാരം നിരോധിച്ചത് ഏതു വർഷത്തിലാണ്? അപ്പോൾ വർഷത്തിനേക്കാളും പ്രധാനം പുലപ്പേടി എന്ന പ്രാചീന ആചാരം നിരോധിച്ചത് ആരാണ്? കേരളവർമ്മ വലിയ കോയി തമ്പുരാനാണ് പുലപ്പേടി എന്ന പ്രാചീന ആചാരം നിരോധിച്ചത്. കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനെയാണ് കേരള വ്യാസൻ എന്ന് അറിയപ്പെടുന്നത്. കേരള ചരിത്രത്തിൽ പറങ്കികൾ എന്നറിയപ്പെടുന്നത് ആരെയാണ്? പറങ്കികൾ എന്നറിയപ്പെടുന്നത് പോർച്ചുഗീസുകാരെയാണ്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഡച്ചുകാരെയാണ് കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്ന് അറിയപ്പെടുന്നത്. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മന്ദിരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. അപ്പം യൂറോപ്യന്മാർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്. കേരളീയ മാതൃകയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ കൊട്ടാരം ഏതാണ്? മട്ടാഞ്ചേരി കൊട്ടാരമാണ്.
കേരളീയ വനിതകളുടെ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി രചിക്കപ്പെട്ട ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടേതാണ്? കെ ദേവയാനിയുടെയാണ്. ചോരയും കണ്ണീരും നനഞ്ഞ വഴികൾ ആരുടേതാണ്? കെ ദേവയാനിയുടേതാണ്. കേരളത്തെ സംബന്ധിച്ച ഏറ്റവും പഴയ പരാമർശം ഏതിലാണുള്ളത്? ഐതരേയാരണ്യകത്തിലാണ് ഏത് കേരളത്തെക്കുറിച്ചുള്ള പഴയ പരാമർശം ഉള്ളത്? ഐതരേയാരണ്യകത്തിൽ. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആരാണ്? ജസ്റ്റിസ് കെ ഉഷയാണ്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത ആരാണ്? കെ ഉഷയാണ്. കേരളം രചിച്ചത് ആരാണ്? കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാനാണ് കേരളം രചിച്ചത്. COP21 എന്തുമായി ബന്ധപ്പെട്ടതാണ്? കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ടതാണ് COP21. കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിലാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിനെ ഇപ്പോൾ അറിയപ്പെടുന്ന പേര് എന്താണ്? സെൻട്രൽ ഹാളാണ്. പാർലമെന്റിന്റെ സെൻട്രൽ ഹാൾ എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഹാളിനെ അറിയപ്പെടുന്നത്. കോർബ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡിലാണ് കോർബ ഏത് സംസ്ഥാനത്താണ്? ഛത്തീസ്ഗഡ്. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? രാംഗംഗ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൻ്റെ പഴയ പേര് എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് ദേശീയ ഉദ്യാനത്തിൻ്റെ പഴയ പേര്. കോഴിക്കോട് ജില്ലയിലെ കൊളാവി പാലം എന്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? കടലാമകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് കൊളാവി പാലം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴഞ്ചേരി പ്രസംഗത്തിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട നേതാവ് ആരാണ്? സി കേശവനാണ്. കോഴഞ്ചേരി പ്രസംഗവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ സി കേശവനാണ്. 1935 അതുപോലെ തന്നെ മുതുകുളം പ്രസംഗവുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. 1947 കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയാണ്. കോശത്തിൻ്റെ ഊർജ്ജ സംഭരണി എന്നറിയപ്പെടുന്നത് മൈറ്റോകോൺട്രിയാണ്. കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാണ്? ന്യൂക്ലിയസ് ആണ് കോശത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ് കോശമർമ്മം കണ്ടുപിടിച്ചത്. കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായ വർഷം ഏതാണ്? 1978 കോസ്റ്റ് ഗാർഡ് സ്ഥാപിതമായത്. ഷോ യുവർ ടങ് രചിച്ചത് ആരാണ്? ഗുന്തർ ഗ്രാസ് ആണ് ഷോ യുവർ ടങ് രചിച്ചത്. സേവാഗ്രാം ആശ്രമം ഏത് സംസ്ഥാനത്താണ്? സേവാഗ്രാം ആശ്രമം സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. സേവാദൾ എന്ന സംഘടന രൂപീകരിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് സേവാദൾ എന്ന സംഘടന രൂപീകരിച്ചത്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗോവിന്ദ് സാഗർ എന്ന മനുഷ്യനിർമ്മിത തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശിലാണ്. ഗോശ്രീ എന്ന പേരിൽ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് കൊച്ചിയാണ് ഗോശ്രീ എന്ന് അറിയപ്പെട്ടിരുന്നത്. ഗോവർദ്ധൻ്റെ യാത്രകൾ രചിച്ചത് ആരാണ്? ആനന്ദാണ് ഗോവർദ്ധൻ്റെ യാത്രകൾ രചിച്ചത്. ചേര രാജാക്കന്മാരുടെ പ്രധാന ദേവത ആരായിരുന്നു? കൊറ്റവയാണ് ചേര രാജാക്കന്മാരുടെ പ്രധാന ദേവത. ചോള സാമ്രാജ്യ തലസ്ഥാനം ഏതാണ്? തഞ്ചാവൂരാണ് ചോള സാമ്രാജ്യ തലസ്ഥാനം. ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? പാമ്പിൻ്റെയാണ്. ജേക്കബ്സൺസ് ഓർഗൻ ഏത് ജീവിയുടെ ജ്ഞാനേന്ദ്രിയമാണ്? പാമ്പിൻ്റെയാണ്. തേനീച്ച വളർത്തലിൻ്റെ ശാസ്ത്രീയ നാമമാണ് എപ്പിക്കൾച്ചർ. തേനീച്ച സമൂഹത്തിലെ തൊഴിലാളികൾ ആരാണെന്ന് ചോദിച്ചാൽ പെൺ തേനീച്ചകളാണ് തൊഴിലാളികൾ. ദേവി സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള കർഷക കലാപം നടന്ന സ്ഥലം എവിടെയാണ്? മധുരയിലാണ്. തിരിച്ചും ചോദിക്കാം. മധുരയിൽ കർഷക കലാപം നടന്നത് ആരുടെ നേതൃത്വത്തിലാണ്? ദേവി സിംഗിൻ്റെ നേതൃത്വത്തിലാണ്. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പ്രത്യേക ശ്രദ്ധ ചെലുത്തുന്നത് ആരുടെ കാര്യത്തിലാണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിലാണ് ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം ശ്രദ്ധ ചെലുത്തുന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വേഷമായ ഖാദിയെ പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 1921 ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക വേഷമായിട്ട് ഖാദിയെ പ്രഖ്യാപിച്ചത്. ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ്? ഡിസംബർ 2 ദേശീയ മലിനീകരണ നിയന്ത്രണ ദിനം എന്നാണ്? ഡിസംബർ 2 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 352 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 352.
ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായി പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ദേശീയ അടിയന്തരാവസ്ഥ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുമ്പോൾ പ്രധാനമന്ത്രി ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. ദേശീയ സമരത്തിന്റെ ഭാഗമായി നടന്ന ചൗരി ചൗര സംഭവം നടന്നത് ഉത്തർപ്രദേശിലാണ്. ഏത് ജില്ലയിലാണ്? ഗോരഖ്പൂർ ജില്ലയിലാണ്. ദേശീയ സമരത്തിന്റെ ഭാഗമായിട്ട് നടന്ന ചൗരി ചൗര സംഭവം നടന്നത് ഏത് ജില്ലയിലാണ്? ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലാണ്. ദേശീയ ഗാനത്തിൻ്റെ ഫുൾ വേർഷൻ പാടാൻ ആവശ്യമായ സമയം എത്രയാണ്? 52 സെക്കൻഡാണ്. ദേശീയ ഗാനത്തിൻ്റെ ഫുൾ വേർഷൻ പാടാൻ ആവശ്യമായ സമയം 52 സെക്കൻഡും ഷോർട്ട് വേർഷൻ പാടാൻ 20 സെക്കൻഡുമാണ്. ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ആദ്യമായിട്ട് നേടിയത് ആരാണ്? സ്വാമി രംഗനാഥാനന്ദയാണ് ദേശീയോദ്ഗ്രഥനത്തിനുള്ള ഇന്ദിരാഗാന്ധി അവാർഡ് ആദ്യമായിട്ട് നേടിയത്. ഡച്ചിങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശ്രീനഗറിലാണ്. ജമ്മുവിലാണ് ഡച്ചിങ്ങ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. ഡൽഹിക്ക് സമീപം കാണുന്ന പ്രശസ്തമായ ഇരുമ്പ് തൂണ് നിർമ്മിച്ചത് ഏത് ഭരണാധികാരിയുടെ കാലത്താണ്? ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ്റെ കാലത്താണ്. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ്റെ കാലത്താണ് ഡൽഹിക്ക് സമീപം കാണുന്ന ഇരുമ്പ് തൂണ് നിർമ്മിച്ചത്. ഡൽഹിയിൽ ആദ്യമായി കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭരണാധികാരി ആരാണ്? അലാവുദ്ദീൻ ഖിൽജിയാണ് ഡൽഹിയിൽ ആദ്യമായിട്ട് കമ്പോള നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഡൽഹിയിൽ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരുടെ കാലത്താണ്? ഔറംഗസീബാണ്. ഡൽഹിയിൽ മോത്തി മസ്ജിദ് നിർമ്മിച്ചത് ആരാണ്? ഔറംഗസീബാണ്. ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി ഏതാണ്? കുത്തബ്ദീൻ ഐബക്കാണ്. ഡൽഹിയിലെ ആദ്യത്തെ മുസ്ലിം ഭരണാധികാരി അടിമവംശ സ്ഥാപകനാണ് കുത്തബ്ദീൻ ഐബക്ക്. ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ജ്ഞാനയോഗം രാജയോഗം എന്നീ പുസ്തകങ്ങൾ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ഡാനൂബ് നദി ചെന്നു ചേരുന്ന കടൽ ഏതാണ്? കരിങ്കടലാണ് ഡാനൂബ് നദി ചെന്നു ചേരുന്ന കടൽ. ഡാർവിൻ്റെ പരിണാമ ഗവേഷണങ്ങൾക്ക് വേദിയായ ദ്വീപ് ഏതാണ്? ഗാലപ്പഗോസ് ദ്വീപാണ് ഡാർവിൻ്റെ പരിണാമങ്ങൾക്ക് വേദിയായ ദ്വീപ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. രണ്ടാമത്തെ മലയാളി ആരാണ്? രാജാ രവിവർമ്മയാണ്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു, രണ്ടാമത്തത് രാജാ രവിവർമ്മ. ഏകതാ സ്ഥലിൽ അന്ത്യനിദ്ര കൊള്ളുന്ന പ്രസിഡന്റ് ആരാണ്? ഗ്യാനി സെയിൽ സിംഗിൻ്റെ സമാധി സ്ഥലമാണ് ഏകതാ സ്ഥൽ. ഏകതാ സ്ഥൽ ആരുടേതാണ്? ഗ്യാനി സെയിൽ സിംഗിൻ്റേതാണ്. തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി ആരാണ്? ഡോക്ടർ ചെമ്പകരാമനാണ് തിരുവനന്തപുരത്ത് ജനിക്കുകയും ജർമ്മനി കേന്ദ്രമായി പ്രവർത്തിക്കുകയും ചെയ്ത വിപ്ലവകാരി. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരം നിരോധിച്ചുകൊണ്ട് റാണി ഗൗരി ലക്ഷ്മിഭായി വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്നാണ്? 1812 ഡിസംബർ 5-നാണ്. 1812 അടിമ വ്യാപാരം നിരോധിച്ചുകൊണ്ട് വിളംബരം പുറപ്പെടുവിക്കുന്നത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മിഭായി ആണ്. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരാണ്? കേണൽ മൺട്രോ ആണ്. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആവിഷ്കരിച്ച ബ്രിട്ടീഷ് പ്രസിഡന്റ് ആരാണ്? കേണൽ മൺട്രോ ആണ്. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവി ഏതാണ്? ജില്ലാ കളക്ടറാണ്. തിരുവിതാംകൂറിൽ ഉണ്ടായിരുന്ന ഡിവിഷൻ പേഷ്കാർക്ക് തുല്യമായ ഇപ്പോഴത്തെ പദവി ഏതാണ്? ജില്ലാ കളക്ടറാണ്. തിരുവിതാംകൂറിലെ പുരോഗമനാത്മകമായ ഭരണത്തിൻ്റെ അംഗീകാരമായി ബ്രിട്ടീഷ് രാജ്ഞിയിൽ നിന്നും മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത് ആർക്കാണ്? ആയില്യം തിരുനാളിനാണ് രാജ്ഞിയിൽ നിന്നും മഹാരാജാവ് എന്ന ബിരുദം ലഭിച്ചത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ ഏതാണ്? കൊല്ലം തിരുനെൽവേലിയാണ് തിരുവിതാംകൂറിലെ ആദ്യത്തെ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത്. തഡോബ വന്യജീവി സങ്കേതം വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. തഡോബ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. ത്വക്കിൻ്റെ പുറത്തെ പാളി അറിയപ്പെടുന്ന പേര് എന്താണ്? എപ്പിഡെർമിസ് ആണ് ത്വക്കിൻ്റെ പുറത്തെ പാളി. ദ ഡ്രാമാറ്റിക് ഡിക്കേഡ് ഇന്ദിരാഗാന്ധി ഇയേഴ്സ് രചിച്ചത് ആരാണ്? പ്രണബ് മുഖർജിയാണ്. ദ ഡ്രാമാറ്റിക് ഡിക്കേഡ് ഇന്ദിരാഗാന്ധി ഇയേഴ്സ് രചിച്ചത് പ്രണബ് മുഖർജിയാണ്. ദ ഇന്ത്യൻ സ്ട്രഗിൾ ആരുടെ ആത്മകഥയാണ്? സുഭാഷ് ചന്ദ്രബോസിൻ്റെയാണ് ദ ഇന്ത്യൻ സ്ട്രഗിൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.